ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് മോർഗേജ് ആൻസൈറ്റി എന്നാണ്. ഒരുപക്ഷെ നിങ്ങൾ പലർക്കും കേട്ടിട്ടുള്ളൊരു വാക്കായിരിക്കും മോർഗേജ് ആൻസൈറ്റി എന്നത്. മോർഗേജ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഹോം ലോണാണ് മെയിനായിട്ടും. ഈ വീഡിയോ റിലേറ്റ് ചെയ്യുന്നത് ഓസ്ട്രേലിയയിലും UK, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നമ്മൾ വീട് വാങ്ങിച്ചവരുടെ അവരുമായിട്ട് റിലേറ്റ് ചെയ്യുക, അവരുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മളിപ്പം ഓസ്ട്രേലിയയിലെ ലൈഫ് ചിന്തിക്കുകയാണെങ്കിൽ, ഓസ്ട്രേലിയയിൽ ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ അക്കോമഡേഷൻ എന്ന് പറയുന്നത് 2 ഓപ്ഷനുള്ളൂ. ഒന്നില്ലെങ്കിൽ റെൻറ്റിന് താമസിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കാം. ഇപ്പോൾ റെൻറ്റിന് താമസിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റെൻറ്റ് നമ്മളെപ്പോഴും പറയും മറ്റൊരാളുടെ മോർഗേജ് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് താമസിക്കാമെന്നല്ലാതെ നമുക്ക് അതുകൊണ്ട് യാതൊരു റിട്ടേൺ നമുക്കത് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആളുകൾ കുറച്ച് നാൾ റെൻറ്റിന് താമസിച്ചിട്ട് പിന്നെ നോക്കുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം. അപ്പോൾ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാതെ നമുക്ക് വീട് വാങ്ങിക്കാൻ പറ്റില്ല. അതാണ് മോർഗേജ്. അപ്പം നമ്മളിവിടുത്തെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വീടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് ആയിരിക്കില്ല. അപ്പം നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ആളുകളാകുമ്പോൾ ഹസ്ബൻഡ് വൈഫിൻ്റെയും സാലറി നോക്കി, അപ്പം നമ്മുടെ ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് ബാങ്കുകൾ നമുക്ക് ലോൺ തരുന്നത്. അപ്പം മിനിമം ഇപ്പോൾ ഒരു ആവറേജ് സിഡ്നിയിലെ ഹൗസ് പ്രൈസ് എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു 1 മില്യൺ അടുത്ത് തന്നെ അത്രമാത്രം കോസ്റ്റ് ഇൻക്രീസായി സിഡ്നി അടുത്ത്. കുറച്ച് റീജിയണൽ ഏരിയയിട്ട് പോകുമ്പോൾ പൈസ കുറച്ച് കുറയും. അപ്പോൾ എങ്കിലും ബാങ്കുകൾ എപ്പോഴും നോക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്തെ അവിടുത്തെ വാല്യൂ നോക്കിയിട്ടാണ്, അതനുസരിച്ചാണ് ബാങ്ക് ലോൺ തരുന്നത്. അപ്പോൾ ഈ മോർഗേജ് ആൻസൈറ്റി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ബാങ്ക് ലോൺ എടുത്ത് വീട് വാങ്ങിക്കുന്നു, വീട് വാങ്ങിച്ചിട്ട് മോർഗേജ് പേയ്മെൻറ്റ് എല്ലാം മന്ത്ലി അടച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പലർക്കും അതൊരു ആൻസൈറ്റിയിലേക്ക് നയിക്കും. എനിക്ക് ഈ മോർഗേജ് അടച്ചു തീർക്കാൻ പറ്റും. സാധാരണ രീതിയിൽ ഒരു 30 ഇയേഴ്സിലൊക്കെയാണ് നമ്മൾ ലോൺ അടയ്ക്കുന്നത്. അപ്പം ഇത് എന്നെക്കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുമോ, അതോ ഞാനിത് ലോൺ അടച്ചില്ലെങ്കിൽ ബാങ്ക് ജപ്തി ചെയ്യുമോ, അങ്ങനെ പല 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 പ്രശ്നങ്ങളും നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ ലൈഫിൽ പുള്ളി സ്ട്രഗിൾ ചെയ്തൊരു സിറ്റുവേഷൻ ഞാനുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ എനിക്കെന്തുകൊണ്ടോ അത് നല്ലൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ പലർക്കും അതൊരു മെസ്സേജായിട്ട് ചിലപ്പോൾ ഉപകാരപ്പെടാമെന്നുള്ള ഉള്ള ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം പുള്ളി ആക്ച്വലി ഒരു 5-6 വർഷം മുമ്പ് സിഡ്നിയിൽ നിന്നൊരു 10-50 കിലോമീറ്റർ മാറി ഒരു സ്ഥലത്ത് വീട് വാങ്ങിച്ചു. ഏതാണ്ട് ഒരു 7 ലക്ഷം രൂപയുടെ അടുത്താണ് പുള്ളി ഒരു 4 ബെഡ്റൂമുള്ളൊരു വീടാണ് വാങ്ങിച്ചത്. അപ്പോൾ വീട് വാങ്ങിച്ച് പുള്ളിക്കാരൻ രണ്ടുപേർ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ സാലറി വെച്ച് നമുക്ക് ഈസി ആയിട്ട് ആ ലോൺ അടച്ച് മുമ്പോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യമാണ്. ആദ്യത്തെ കുറച്ച് നാളൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോയി. ആദ്യത്തെ 2 വർഷം അവർ ഇൻട്രസ്റ്റ് ഓൺലി ഓപ്ഷനിലേക്ക് വന്നു, അതുകൊണ്ട് തന്നെ തിരിച്ചടവ് കുറവായിരുന്നു. പിന്നീട് പ്രിൻസിപ്പൽ എമൗണ്ട് കൂടി വന്നപ്പോൾ കുറച്ച് എമൗണ്ട് കൂടുതൽ അടയ്ക്കേണ്ടി വന്നു. എന്നാൽ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോർഗേജ് ഒരു ബാധ്യത പോലെ അവരുടെ ലൈഫിലേക്ക് വരുവാണ്. പിന്നെ പുള്ളിയുടെ വൈഫ് ഒരു ഫൈനാൻഷ്യൽ ഡെപ്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് വല്ലാത്തൊരു ഹെഡേക്ക് പോലെയാണ് അവർക്ക് ഫീൽ ചെയ്തത്. അത് ഭയങ്കര സ്ട്രെസ്സാക്കി അവരുടെ ലൈഫിന്. അതായത് നമുക്കെങ്ങാനും സിക്കായി കഴിഞ്ഞ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ലോൺ നമുക്കൊരു ബാധ്യതയാവില്ല, നമ്മളത് അടച്ച് മുമ്പോട്ട് പോയില്ലെങ്കിൽ ബാങ്ക് ജപ്തി വരും. അങ്ങനെ പല അൺനെസസറി ആയിട്ടുള്ള ഒരു ആൻസൈറ്റി അവർക്ക് വന്നു ചേർന്നു. ശരിക്കും പറഞ്ഞാൽ അവരുടെ അപ്പോഴത്തെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ ലോൺ വലിയൊരു ബാധ്യതയല്ല. ആക്ച്വലി അവരിപ്പോൾ എന്തായാലും അവർക്ക് റെൻറ്റിന് താമസിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മോർഗേജ് ഓപ്ഷനിലേക്ക് വരാതെ പറ്റത്തില്ല. അപ്പോൾ ആ സമയത്ത് എന്നോട് ഷെയർ ചെയ്തിരുന്നു ഇങ്ങനെയൊരു പ്രോബ്ലം ഉണ്ട്, പക്ഷേ എനിക്കറിയാം എനിക്കിത് അഫോർഡ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന്. പക്ഷേ വൈഫിന് അത് അക്സെപ്റ്റഡ് അല്ല. ബാങ്കിൻ്റെ ഡെപ്റ്റ് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഒരു ത്രെട്ടാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് പരമാവധി പൈസ അടച്ചു തീർക്കണം. ഇപ്പോൾ 30 വർഷത്തെ ലോണാണ്, അപ്പോൾ അതനുസരിച്ചുള്ള ഒരു ഡിവിഷനാണ് നമ്മൾ അടയ്ക്കേണ്ടത്. പക്ഷേ ഓരോ വർഷവും നമുക്ക് എക്സ്ട്രാ പൈസ വേണമെങ്കിൽ അടച്ച് നമുക്ക് വേണമെങ്കിൽ നേരത്തെ തന്നെ ലോൺ ഫിനിഷ് ചെയ്യാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു എമൗണ്ട് അടച്ചു തീർക്കുക എന്ന് പറയുന്നത് തന്നെ, പെട്ടെന്ന് അടച്ചു തീർക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. പക്ഷേ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ലൈഫ് കൂടുതൽ സ്ട്രെസ്ഫുൾ ആക്കിയത് എന്താണെന്ന് വെച്ചാൽ അവർ ഓവർ ടൈം ചെയ്യാൻ തുടങ്ങി. കിട്ടുന്ന സമയങ്ങൾ മുഴുവൻ ഓവർ ടൈം ചെയ്ത് കിട്ടുന്ന പൈസ എക്സ്ട്രാ എല്ലാം ഈ ബാങ്കിൻ്റെ ലോണിട്ട് അടച്ചുകൊണ്ടിരുന്നു.
അങ്ങനെ ഒരു 1-2 വർഷമായപ്പോഴത്തേക്കും അവർ ശരിക്കും ബേൺ ഔട്ടായി. അവർക്ക് ഫാമിലിയിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഏത് സമയവും ഉറക്കത്തിൽ ഈ പറഞ്ഞ പോലെ ഉറങ്ങാൻ പറ്റുന്നില്ല. അവർ ചിന്ത മാത്രം മോർട്ട്ഗേജ് അടച്ചു തീർക്കണം, എനിക്ക് അടുത്ത 10 വർഷത്തിനുള്ളിൽ മോർട്ട്ഗേജ് തീർക്കണം, അല്ലെങ്കിൽ ഈ മോർട്ട്ഗേജ് തീർത്തതിന് ശേഷം എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം, എനിക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊന്ന് ഈ പറഞ്ഞ പോലെ ലൈഫിൽ കുറച്ചും കൂടെ ഒന്ന് സെറ്റാവാൻ പറ്റുള്ളൂ. ഈ മോർട്ട്ഗേജ് തീർക്കാത്തിടത്തോളം കാലം എനിക്കൊരു ബാധ്യതയാണ്, എനിക്കത് മുമ്പോട്ട് കൊണ്ടുപോകാതെ പറ്റത്തില്ല എന്നായി. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവരൊരു തരം വളരെയധികം സ്ട്രെസ്ഫുൾ ലൈഫിലൂടെ കടന്നുപോയി. അവസാനം സംഭവിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് അവരുടെ കുട്ടികളുടെ പഠനത്തെ ബാധിച്ചു, അവരുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിച്ചു. അവസാനം അപ്പോൾ ആ സമയത്തിനുള്ളിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഈ സിഡ്നിയിൽ എസ്പെഷ്യലി റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് വളരെ ബൂം ചെയ്ത് ഇവരുടെ ഈ പറഞ്ഞ പോലെ വാങ്ങിച്ച വീടിന് അതിൽ കൂടുതൽ നല്ല പൈസ റിട്ടേൺ വന്ന ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ പിന്നെ എന്നാലും അവർക്ക് ഈ ഒരു ടെൻഷൻ, മോർട്ട്ഗേജ് ആൻസൈറ്റി ഒരു പ്രോബ്ലം അവർ പിന്നെയും ഫേസ് ചെയ്യേണ്ട വന്നപ്പോൾ അവസാനം അവർ തീരുമാനിച്ച് ആ വീട് സെല്ല് ചെയ്തപ്പോൾ അവർക്ക് ഈ വാങ്ങിച്ചേക്കാൾ കൂടുതൽ പൈസ റിട്ടേൺ കിട്ടി. അപ്പോൾ ആ മോർട്ട്ഗേജ് അടച്ചു തീർത്ത് ബാക്കിയുള്ള പൈസ കൊണ്ട് അവർ വേറെ സ്റ്റേറ്റ് ക്യൂൻസ്ലാൻഡിലേക്ക് മൂവ് ചെയ്ത് അവിടെ ഒരു ചെറിയ ഒരു റീജിയണൽ ഏരിയയിൽ വീട് വാങ്ങിച്ചവർ ഇപ്പോൾ താമസിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസിഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു അവർക്ക്. കാരണം എങ്ങനെ പോയാലും അവരുടെ വീടിന് ഡേ ടു ഡേ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണ്. കാരണം ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് സിഡ്നിയിൽ ഇപ്പം $1,000,000 ആയി കഴിഞ്ഞു. ഇപ്പം 4 ബെഡ്റൂമിനൊക്കെ ഈ പറഞ്ഞ പോലെ $1 million കൊടുക്കാതെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഈ സിഡ്നി ഏരിയയിലൊക്കെ. അപ്പം അവർക്കതൊരു അവരുടെ ലൈഫിനെ അതൊരു ബാധിക്കാത്ത രീതിയിൽ തന്നെ ഇതിനെ നമ്മളൊരു പോസിറ്റീവ് ഇതിൽ തന്നെ കണ്ടുകൊണ്ട് മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ആ വീട് കീപ്പ് ചെയ്ത് ഇവിടെ തന്നെ നിൽക്കാമായിരുന്നു. അപ്പം നമ്മൾ ഈ മോർട്ട്ഗേജ് ആൻസൈറ്റി എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ സീരിയസ് ആയിട്ട് അതിനൊരു സ്റ്റെപ്പ് എടുക്കണം. അല്ലെങ്കിൽ നമുക്കൊരു ഫൈനാൻഷ്യൽ അഡ്വൈസർ കണ്ട് നമ്മുടെ സിറ്റുവേഷൻ പറഞ്ഞാൽ നമുക്ക് അതിനുള്ളൊരു അഡ്വൈസ് എടുക്കാം. അപ്പോൾ ഇതൊരു ഞാൻ പലരുടെ ജീവിതത്തെ ഞാൻ നോക്കിയപ്പോൾ അവരെല്ലാം ജീവിക്കുന്നത്, എസ്പെഷ്യലി നമ്മുടെ മലയാളി ഫാമിലീസ് അധികവും ജീവിക്കുന്നത് മോർട്ട്ഗേജ് അടച്ചു തീർക്കാൻ വേണ്ടിയാണ്. അതായത് നമ്മൾ ഒരു വലിയൊരു എമൗണ്ടിന് ഒരു വീട് വാങ്ങിക്കുന്നു, വീട് വാങ്ങിച്ചിട്ട് ആ വീട്ടിൽ ലോൺ അടച്ചു തീർക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കുകയാണ്. അടുത്ത 10 വർഷം നമ്മൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യണം, എന്നാലാണ് അടച്ചു തീർക്കണമെങ്കിൽ കുറച്ചെങ്കിലും അടച്ചു തീർക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തിനോ വേണ്ടി നമ്മൾ ഈ മോർട്ട്ഗേജ് അടച്ചു തീർക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മെക്കാനിക്കൽ ലൈഫിലൂടെ പോകുന്ന പല ജീവിതങ്ങളും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ശരിക്കും അതൊരു ബാധ്യതയല്ല. നമ്മൾ എങ്ങനെയായാലും നമ്മളിവിടെ ജീവിക്കണമെങ്കിൽ റെൻറ്റിന് താമസിക്കുക, അല്ലെങ്കിൽ മോർട്ട്ഗേജിൽ, ഈ ഏതെങ്കിലും ഒരു ഓപ്ഷനിലല്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം ഒരു മോർട്ട്ഗേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള റിട്ടേൺ കിട്ടുന്ന ഒരു സംഭവമാണ്. നമ്മൾ ലോൺ എടുത്താലും ആ ലോൺ അടച്ചു തീർത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഈ പൈസ ഈ പറഞ്ഞ പോലെ വീടിന് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് വിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ വെച്ചിട്ട് നമുക്ക് വേറെ സ്ഥലത്തൊരു ചെറിയ രീതിയിൽ ജീവിക്കാം, അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകാം. പക്ഷേ ഈ അനാവശ്യമായിട്ട് നമ്മൾ ഈ മോർട്ട്ഗേജ് ആൻസൈറ്റി എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിലേക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ അതിനു വേണ്ടി നമ്മുടെ ലൈഫ് എന്നാ പറയണേ സ്ട്രഗിൾ ചെയ്യുന്നതിനോട് പേഴ്സണലി എനിക്കതൊരു യോജിക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല. അപ്പം നമ്മളൊക്കെ നമ്മുടെ ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ശരിയാണ്, നമ്മുടെ പാർട്ട് ഓഫ് ലൈഫിൽ മോർട്ട്ഗേജ് അടയ്ക്കണം, മറ്റുള്ള ബില്ലുകളുണ്ട്, മറ്റുള്ള കാര്യങ്ങൾ, കുട്ടികളുടെ പഠനം, എല്ലാം ഒന്ന് ബാലൻസ് ചെയ്തുകൊണ്ട് ഇപ്പം നമ്മളെക്കൊണ്ട് എടുക്കാൻ പറ്റുന്ന ബാധ്യതയാണ്. നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മോർട്ട്ഗേജ് ആണെങ്കിൽ അതുമായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ലൈഫ് റിലാക്സ് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകണം. അല്ലാതെ നമ്മുടെ ഫോക്കസ് ഈ മോർട്ട്ഗേജ് അടച്ചു തീർത്താൽ മാത്രമേ എനിക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു മോട്ടീവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതൊരു മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം പോലെ ആയിപ്പോകും. നമുക്ക് ഉറക്കമുണ്ടാവില്ല, നമുക്ക് ഈ പറഞ്ഞ ടെൻഷനായിരിക്കും, ഏത് സമയം ഡ്യൂട്ടി വേണം, എനിക്ക് ഓവർ ടൈം ചെയ്യണം, എനിക്ക് പൈസ അടച്ചു തീർക്കണം, ആ പൈസ അടച്ചില്ലെങ്കിൽ ബാങ്കുകാർ എൻ്റെ വീട് കൊണ്ടുപോകും. ഇതൊക്കെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ചിന്തകളാണ് നമ്മുടെ മനസ്സിനെ ഭരിക്കുന്നത്. അപ്പം നമ്മളെല്ലാം എല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണുക. എന്തായാലും ഞാനൊരു വീട് ഒരു ലോൺ എടുത്ത് വാങ്ങിച്ചു, എനിക്ക് ഇപ്പോൾ നിലവിൽ ജോലി വെച്ചിട്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ എനിക്ക് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് മോർട്ട്ഗേജ് അടച്ചു തീർക്കുന്നതല്ല. എനിക്ക് ഒരു കുടുംബമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എൻ്റേതായ ഒരു പാഷനുണ്ട്, എൻ്റേതായ ഇൻട്രസ്റ്റ് ഉണ്ട്, എനിക്ക് എല്ലാത്തിനും സമയം കണ്ടെത്തി ഒരു സോഷ്യൽ ലൈഫ് വേണം.
അതേപോലെ ഫാമിലി ലൈഫ്, വർക്ക് പ്ലേസിൽ ലൈഫ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഇതൊന്നും നമുക്കൊരു തലവേദനയായിട്ട് വരുന്ന കേസല്ല. അപ്പം എല്ലാവരും നമ്മുടെ ലൈഫിനെ ഒന്നുകൂടി റീഅസസ് ചെയ്തിട്ട് നമുക്ക് എന്താണോ ബേർഡനായിട്ട് തോന്നുന്നത് അതിന് ശരിക്കും പറഞ്ഞാൽ അതിനൊരു പ്രസക്തിയുള്ള ഒരു കാര്യമാണോ എന്ന് ആലോചിച്ച് നോക്കുക. ഒരു ആൻസൈറ്റി ഉണ്ടാകുന്നതിൻ്റെ ഒരു റീസണബിൾ ആയിട്ടുള്ളൊരു ആൻസൈറ്റി ആണെങ്കിൽ ഓക്കെ, നമ്മൾ അതിനുള്ളൊരു പരിഹാരം കാണും. ഇതിപ്പം മോർഗേജ് ആൻസൈറ്റി എന്ന് പറയുന്നത് പലർക്കും അൺനെസസറി ആയിട്ടുള്ളൊരു തോട്ട്സാണ്. അതായത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് എത്രയും പെട്ടെന്ന് നമ്മളത് ലോൺ അടച്ചു തീർത്ത് അതിൽ നിന്ന് റിക്കവറി ആയിട്ട് വേണം എനിക്കൊന്ന് റിലാക്സ് ചെയ്യാൻ. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ പോകുമ്പോഴാണ് നമ്മുടെ ലൈഫ് കൂടുതൽ സ്ട്രെസ്സിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. വീണ്ടും ഒരു ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ കാണാം. നന്ദി, നമസ്കാരം.